നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, അതൊന്ന് ഇഖ്ലാസോടുകൂടെ ആക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോ നാട്ടിൽ മരിപ്പുണ്ട്, എപ്പോഴാണ് ഇനിയിപ്പത് മയ്യത്തെടുക്കാവോ, ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടൽ. അവൻ മരിച്ചാൻ കണ്ടൊരു ദിവസം എന്ന് പറയാത്തത് നമ്മൾ ഈ ഓലി നല്ല കാര്യം. അപ്പൊ ഇന്നിപ്പോ അവന്റെ കൂടെ നമ്മൾ അവിടെ മരിച്ചെടുത്ത് പോയില്ലെങ്കിൽ എന്താ മനുഷ്യൻ വിചാരിക്കുക? നമ്മൾ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്താ വിചാരിക്കുക? അവിടെ ആൾക്കാർ കണ്ടില്ലെങ്കിൽ എന്താ കരുതുക? ഇവിടെ ഇങ്ങനെ തട്ടിത്തിരിയാണ് ഈ സാധനം. അതിലൊരു സാലിഹായ മനുഷ്യനുണ്ട്, മയ്യത്തുള്ള സ്ഥലത്ത് ഹാജരാവൽ സുന്നത്താണല്ലോ, അവിടേക്ക് പോയെങ്കിലല്ലേ എനിക്ക് പള്ളിയിലേക്ക് കൂടെ നടക്കാൻ പറ്റൂ, ഇതിനെനിക്ക് ഉഹദ് മലയോളം പൊന്ന് ലഭിക്കുമല്ലോ. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിഫലമായി നമ്മൾക്ക് വരുന്നു. ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഖബറിങ്കലേക്ക് പോകുന്നു. ആ പോക്കിനെത്രയാണ് പ്രതിഫലം? ഉഹദ് മലയോളം 14 കിലോമീറ്റർ ഉള്ള 2 മടങ്ങ് ഉഹദ് മലയോളം പൊന്നു ചെലവഴിച്ച പുണ്യം. ഇത്രയും പുണ്യമുള്ള രമലാണ് ഇത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആരാണിത് ചെയ്യാറുള്ളത്? എത്ര പ്രതിഫലങ്ങളാണ് ഒരൊറ്റ മയ്യത്ത് സംസ്കരണം കഴിഞ്ഞ് മറമാടി തിരിച്ചു പോരുമ്പോൾ എത്ര സമ്പന്നനായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഇതൊന്ന് ചിന്തിച്ച് ഈ കൂലി പ്രതീക്ഷിച്ച് ഇതിൽ മറ്റുള്ള സംഗതികളൊക്കെ നമ്മൾ മാറ്റിവെച്ച്, മാമൂലും നാട്ടാചാരങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തെ ഒന്ന് നമ്മൾ കൈകാര്യം ചെയ്ത് നോക്കുക. ചെലവൊന്നല്ലേ, ഒന്നും കൂട്ടാനില്ലല്ലോ, ഒന്നും കുറക്കാനില്ലല്ലോ, ഒരധ്വാനവും ഇല്ലല്ലോ. ഈ മനസ്സ് പടച്ചവനിലേക്കൊന്ന് കൊടുത്താൽ മതി, അത് അള്ളാഹിനായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി.